ബേസിൽ നേരത്തെ അരുൺ മോഹൻ ചൂണ്ടിക്കാണിച്ചത് മെയ് മാസം 26, 1920 യങ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി വി.ഡി. സവർക്കറെ പറ്റി അല്ലെങ്കിൽ സവർക്കർ സഹോദരന്മാരെ പറ്റി അദ്ദേഹം എഴുതിയ ലേഖനമാണ്. എന്താണ് യങ് ഇന്ത്യയിൽ ഗാന്ധി എഴുതിയത്? അദ്ദേഹം പറയുകയാണ്, ലണ്ടനിൽ വെച്ച് ഞാൻ സവർക്കറെ നേരിൽ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭാരതത്തിന് വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ധീരനും തന്ത്രശാലിയുമായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ സവർക്കർ ബ്രദേഴ്സ് എന്ന ടൈറ്റിലിൽ യങ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ഈ ലേഖനത്തിലൂടെ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുകയാണ്, എത്രയും വേഗം ഭാരതത്തിൻ്റെ അഭിമാനമായ ഈ മനുഷ്യനെ ജയിലിൽ നിന്നും നിങ്ങൾ മോചിപ്പിക്കണം എന്ന് എഴുതി വെച്ചത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ മഹാത്മാഗാന്ധിക്ക് ഇല്ലാത്ത പ്രശ്നം എന്താണ് ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർക്ക് സവർക്കറോട്? ഈ സവർക്കറോട് കോൺഗ്രസ്സുകാർക്ക് എന്താണ് പ്രശ്നം എന്നതിലുപരിയായിട്ട് ഈ സംഭവം കഴിഞ്ഞിട്ടും ഈ സവർക്കറിന്റെ പ്രവർത്തികൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഈ സവർക്കർ അവിടെ ഇരുന്നുകൊണ്ട് ബി.ജെ.പിയുടെ പ്രതിനിധി അരുൺ മോഹൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ സവർക്കറെ വീര സവർക്കർ എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, രാഷ്ട്രീയ നിരീക്ഷകനാണെങ്കിൽ എല്ലാ രാഷ്ട്രീയത്തെയും നിരീക്ഷിച്ചു പറയണം. ഏക രീതിയിലേക്ക് എന്താ പറയുക, ബി.ജെ.പിയുടെ വക്താവ് എന്ന് വെക്കുകയായിരിക്കും കുറച്ചുകൂടെ ഉചിതം. പിന്നെ അതായത് പറഞ്ഞ ഒരു കാര്യത്തിന്, അതായത് വീർ സവർക്കറിന്റെ മാപ്പ് അപേക്ഷകളിലൂടെ ഞാനൊന്ന് കടന്നു പോകാം. ജസ്റ്റ് വീർ സവർക്കർ കൊടുത്ത മാപ്പ് അപേക്ഷകളിലൂടെ ഒന്ന് പറഞ്ഞു പോകാം. ചരിത്രം പറയുമ്പോൾ എനിക്കും ചരിത്രം പറയാൻ സമയം തന്നെ. അപ്പോ എന്റെ കൂടെ ജയിലടക്കപ്പെട്ടവരിൽ ഞാൻ ഒഴികെ മറ്റാരെയും ഏറ്റവും അപകടകരമായ തടവുകാർ എന്ന ക്ലാസ്സിൽ പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ കഴിഞ്ഞ കാലയളവിൽ എന്റെ പ്രവൃത്തികൾ ഏറ്റവും മാന്യതും നല്ലതുമായിരുന്നു. 6 മാസം ഏകാന്ത തടവ് ഇളവ് ചെയ്യാൻ ജയിലടക്കപ്പെട്ട് കഴിഞ്ഞ് വെറും 55 ദിവസം കഴിഞ്ഞപ്പോൾ 1911 ആഗസ്റ്റ് 30 വീർ സവർക്കർ സമ്മതിച്ച അപേക്ഷയാണിത്. രണ്ടാമത്, സിൽവർ ജയിൽ മറ്റു തടവുകാരും പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോയ സമയത്ത്, അതായത് കരിങ്കാലിപ്പണി ചെയ്ത് സ്വന്തം ശിക്ഷ ലഘൂകരിക്കാനായിരുന്നു ആര് ശ്രമിച്ചത്? അദ്ദേഹം ശ്രമിച്ചത്. 2, സഹ തടവുകാർ അതായത് എണ്ണയാട്ടൽ പോലത്തെ, നമുക്കറിയാം എണ്ണയാട്ടൽ പോലത്തെ പ്രവൃത്തിയുമായിട്ട് സഹ തടവുകാർ കഠിന ജോലി തളയ്ക്കപ്പെട്ടപ്പോൾ സവർക്കറും സഹോദരനും എന്താ ചെയ്യുന്നറിയോ? ഈ ജയിലറുണ്ടല്ല, ഈ ജയിലറുകാരുടെ പ്രിയപ്പെട്ടവരായിട്ട്, നമുക്കറിയാം ഈ ജയിലറുകാരൊക്കെ പ്രിയപ്പെട്ടവരായിട്ട് മാറി എന്ത് ചെയ്തു? ചെറിയ ലൊട്ടിലൊടുക്ക് പണിയിച്ചുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള എപ്പോഴൊക്കെ മാപ്പ് ചെയ്ത് കൊടുക്കണം അവർ കണ്ട ഈ എന്ത് പറയുക, എല്ലാ ദിവസവും സവർക്കറിന്റെ പണി എന്താണെന്നറിയോ? രാവിലെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? മാപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുക. ജയിലറും ബാക്കിയുള്ള ആൾക്കാരുടെ അല്ലല്ല ഞാൻ പറയട്ടെ ഈ പറയുന്ന പോലെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ നേതാക്കന്മാരെ പറ്റി ആങ്കർ മിണ്ടിയില്ലോ. അല്ല, താങ്കൾ തെറ്റായ കാര്യം പറയണം, അതുകൊണ്ടാണ് തെറ്റായ കാര്യം പറഞ്ഞത്. ഏത് സവർക്കർ എല്ലാ ദിവസവും എഴുന്നേറ്റ് മാപ്പ് എഴുതുകയായിരുന്നു? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്താ ഈ അപേക്ഷ അല്ല താങ്കൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം കൊണ്ടിരുത്തിക്കൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെ മാത്രമേ സത്യം എന്ന് പറയുന്നത്, ഇല്ലാത്ത കാര്യം സംസാരിക്കുന്നത്. ഈ അപേക്ഷ സവർക്കർ അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല, താങ്കൾ ഈ പറഞ്ഞ സവർക്കർ എല്ലാ ദിവസവും എഴുന്നേറ്റ് മാപ്പ് എഴുതി കൊടുക്കുമായിരുന്നു, അതെങ്ങനെയാണ് കേട്ടോണ്ടിരിക്കാൻ പറ്റുന്നത്? നെഹ്റുവാണ് ഏറ്റവും കൂടുതൽ മാപ്പ് എഴുതി കൊടുത്ത നെഹ്റുവാണ്. റൂമിൽ ജയിലിനകത്ത് എലിയാണെന്നും പറഞ്ഞില്ല, ജയിലിൽ എലിയാണെന്നൊക്കെ പറഞ്ഞ് നെഹ്റു മാത്രമല്ല, നെഹ്റുവിന്റെ അച്ഛൻ മോട്ടിലാൽ നെഹ്റു മാപ്പെടുത്തി സ്വന്തം മകന് വേണ്ടിയിട്ട് ജയിലിൽ ഇറക്കി വിടണമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഈ നാട്ടിൽ ചരിത്രമാണ്. ബേസിൽ ആങ്കറെ എന്റെ പ്രസ്ഥാന നേതാക്കന്മാരെ പറ്റി ഇല്ലാത്ത കാര്യം രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന പേര് വെച്ചിട്ടുണ്ട് ഒരു അരുൺ എന്ന് പറയുന്ന ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ല. ബേസിൽ ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ലാന്ന്. സാവർക്കർ എന്ന് പറയുന്ന വർഗീയവാദി, അദ്ദേഹം ആ സവർക്കർ എന്ന് പറയുന്നയാള് സ്വീകരിച്ച ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ബി.ജെ.പിയുടെ അല്ലെങ്കിൽ വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുകൂടിയപ്പോഴാണ് സവർക്കറിന്റെ സ്വഭാവം മോശമായത്. സവർക്കറിന്റെ കാലത്ത് ബി.ജെ.പി ഇല്ല. താങ്കൾ പറയുന്നതിലെല്ലാം മിസ്റ്റേക്കാണ്. വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുകൂടിയ പിന്നെയാണ് സവർക്കർ സ്വഭാവത്തിലേക്ക്. പിന്നെ നിങ്ങൾ സവർക്കർ അങ്ങ് വെള്ളപൂശി പോയപ്പോ എന്നൊക്കെ വന്നിരുന്ന മാപ്പ് എഴുതണോ? ഞങ്ങൾ വെള്ളപൂശി ഇല്ലാതെ നിങ്ങൾ സ്റ്റാമ്പ് ഇറക്കി എന്തിനാ? അതിന് ഉത്തരം പറ. അത് ഇപ്പോഴും ബേസിൽ പറയുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് ചോദ്യം ചോദിക്കുന്നത്. ഞങ്ങൾ വെള്ളപൂശല്ല. ഇന്ദിരാഗാന്ധി 1970 സ്റ്റാമ്പ് ഇറക്കിയത് എന്തിനാണ്? ബേസിലായിട്ട് ഉത്തരം പറയും. സവർക്കർ ഇത്ര മോശപ്പെട്ട ആളാണ് സവർക്കറെങ്കിൽ എന്തിനാ സ്റ്റാമ്പ് ഇറക്കി? അതിന്റെ ഉത്തരം അങ്ങ് താങ്കൾ പറ. പ്രശ്നം കഴിഞ്ഞു. പിന്നെ എന്തിനാ സ്റ്റാമ്പ് ഇറക്കി? ഇത്ര മോശപ്പെട്ട ആളാണ്, എന്തിനാ സ്റ്റാമ്പ് ഒക്കെ ഇറക്കി ആദരിച്ച അദ്ദേഹത്തെ? എന്റെ സംശയം അവിടെയാണ്. ശ്രീ ബേസിൽ, ഞാൻ അങ്ങയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് താങ്കൾ ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, താങ്കൾ ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? സവർക്കർ ഏറ്റവും മോശപ്പെട്ട ആളാണ്. താങ്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സവർക്കർ എല്ലാ ദിവസവും എഴുന്നേക്കുന്നു, മാപ്പ് എഴുതുന്നു. താങ്കൾ ഇത് പറയുകയാണ്. പക്ഷെ എന്റെ സംശയം, ഇത്ര മോശപ്പെട്ട ആളാണ്, എന്തിനാന്നേ ഇന്ദിരാഗാന്ധി സ്റ്റാമ്പൊക്കെ ഇറക്കി അദ്ദേഹത്തെ ആദരിച്ചത്? താങ്കൾ അതിന്റെ ഉത്തരം പറ. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ സവർക്കർ പങ്കെടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ പറയുന്ന പോലെ, അതായത് സവർക്കറെ നിങ്ങൾ വെള്ളയാക്കിക്കൊണ്ട്, അതായത് സവർക്കർ ആണ് എല്ലാം ചെയ്ത് വരുത്തി തീർത്തുകൊണ്ട് ഈ പറയുന്ന മഹാത്മാഗാന്ധിയെ നെഹ്റുവിനെയും ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ,
നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയോടാണ് ആർക്ക് എതിർപ്പ്? ഞങ്ങൾക്ക് എതിർപ്പ്. ഒന്ന് മനസ്സിലായോ? കാര്യം പറഞ്ഞ മനസ്സിലായോ? അതായത് നിങ്ങൾ പറയുന്ന കേട്ടാൽ തോന്നും സവർക്കർ ഉപ്പ് സത്യാഗ്രഹം നടത്തിയിട്ട്, സവർക്കർ ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയിട്ട്, സവർക്കർ സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന രീതിയിലാണ് നിങ്ങൾ പറഞ്ഞത്. ഓ തമ്പ്ര എന്ന് ഓച്ചാനിച്ച് രാവിലെ എഴുന്നേറ്റ് മാപ്പ് എഴുതുന്ന എങ്ങനെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന? സവർക്കറിന്റെ പേരാണോ പറയണ്ടേ? മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെ ഒക്കെ പേര് പറയുന്ന സ്ഥാനത്ത് പോയിട്ട് രാജ്യം വിഭജിച്ച നെഹ്റുവിന്റെ പേര് കൊടുക്കാം. രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച നെഹ്റുവിന്റെ പേരിനും കൊടുക്കാം. രാജ്യത്തെ മതത്തിന്റെ പേരിൽ ഇന്നും അന്നും എന്നും വിഭജിച്ച ആൾക്കാർ നിങ്ങളുടെ ആൾക്കാരാ. ചോദിച്ചു കണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ ബിജെപിയുടെ ആലോചിക്കണ്ടല്ലോ. ആരാ രാജ്യത്തെ മതത്തിന്റെ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടല്ലോ, എനിക്കൊരു ചാനൽ ചർച്ച പറയാൻ പറ്റത്തില്ല, സഭ്യമായി ഭാഷ ഉപയോഗിക്കാൻ പറ്റത്തില്ല. സ്വതന്ത്ര ഭാരതത്തിൽ പ്രധാന നേതാജി എങ്ങനെയാണ് ഒരു സൈഡിലേക്ക് പോയെന്നറിയാമോ? നേതാജിയുടെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ എങ്ങനെ അപ്രത്യക്ഷമായെന്നറിയാമോ? ചുമ്മാതെ വന്ന് കിടന്നിട്ട് ഒരു കാര്യം, ഒരു ചരിത്രവും യാതൊരു ധാരണ ഇല്ല കിടന്നിട്ട് വെറുതെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഓപ്പോസിറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരെ പറ്റി ഇല്ലാത്ത കാര്യം പറയുന്ന പരിപാടി ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഏതാണ് ഇല്ലാത്ത കാര്യം? ഏതാണ് ഇല്ലാത്ത കാര്യം? ഏതാണ് ഈ ഗാന്ധി ഇന്ത്യയിൽ പറഞ്ഞാണോ ഇല്ലാത്ത കാര്യം? എവിടുന്ന് ഈ പുത്തൻകൂറ്റ് കോൺഗ്രസ്സുകാരനോട് ഒരു അദ്ദേഹത്തിന് മറുപടിയില്ല. സ്റ്റാമ്പ് പുള്ളി കേട്ടിട്ട് പോലും പുള്ളിയുടെ ജീവിതത്തിൽ സ്റ്റാമ്പ് കണ്ടിട്ടില്ല. കോൺഗ്രസ് പഠിക്കാൻ നിൽക്കണ്ട. താങ്കളുടെ വീട്ടിലാണോ സ്റ്റാമ്പ് ഉണ്ടാക്കുന്നത്? ബിജെപിക്കാരാണോ സ്റ്റാമ്പ് ഇറക്കിയത്? ശ്രീ ബേസിൽ, ഈ ചോദ്യം എന്ന് പറയുന്നത് താങ്കൾ ഏതാണ് ഇല്ലാത്തതായി പറയുന്നത്? സ്വാതന്ത്ര്യ സമരത്തിൽ സവർക്കർ പങ്കെടുത്തില്ല എന്നല്ല ഞങ്ങൾ. സവർക്കർ ചെയ്ത പരിപാടി എത്ര പേരുടെ പേരിൽ സ്റ്റാമ്പുണ്ട്? താൻ പറയണത് ഇന്ത്യയില് സവർക്കറിന്റെ പേരിൽ മാത്രം സ്റ്റാമ്പ് ഉള്ളതല്ലോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ദേശീയമായ കാര്യങ്ങളിൽ ഇടപെട്ട ആളുകളുടെ പേരിൽ സ്റ്റാമ്പ് ഇറക്കാൻ പറ്റുള്ളൂ. കേൾക്കുന്ന എന്താ പറയുന്നത് എന്താ?